സൂപ്പറാണോ? ഇത് ഋതുവിൻ്റെ വിഷുക്കോടിയാട്ടോ. ഈ ഒരു വീഡിയോ എടുത്തത് വിഷുവിൻ്റെ അന്നത്തെ ആണേ. പക്ഷേ ഇടാൻ കുറച്ച് വൈകിപ്പോയി എന്ന് മാത്രം. ഇപ്പോഴെങ്കിലും ഇട്ടില്ലെങ്കിൽ അടുത്ത വിഷുവിന് ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് നേരത്തെ അങ്ങ് ഇടാമെന്നൊക്കെ കരുതി അങ്ങ് ഇട്ടതാണ്. ഇത് നേരത്തെ ഒന്നും അല്ല, കുറച്ച് വൈകിപ്പോയി. ആരും ചീത്ത പറയുന്നൊന്നും വേണ്ട, നമ്മുടെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാട്ടോ. അങ്ങനെ ഇന്ന് ഋതുവിന് എനിക്ക് അവൾക്ക് വാഴയിലേക്കകത്ത് ചോറ് കൊടുക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഇലയൊന്നും കിട്ടിയില്ല. എന്നാലും ഞാൻ എന്തായാലും നമുക്ക് തട്ടിക്കൂട്ടിയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞങ്ങ് ഒരുങ്ങുകയാണ് കേട്ടോ. ഒരു പരിപ്പ് കറിയും ഒരു അവിയലും തോരനും അങ്ങനെ അത് മതി, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ അവിയലിനുള്ളത് ഞാൻ അടുപ്പത്താക്കിയിട്ടുണ്ടായിരുന്നേ. ഇന്നലെ തന്നെ ഞാൻ അരിഞ്ഞെല്ലാം വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അടുപ്പത്താക്കിയാൽ മാത്രം മതി. പിന്നെ പരിപ്പ് കറിക്കുള്ളതും അടുപ്പത്താക്കിയിട്ടുണ്ട്. അവിയൽ അങ്ങനെ ആയിട്ടോ. ലാസ്റ്റ് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ്, നല്ല മണമാണ്. പിന്നെ ഋതു ആണെങ്കിൽ ഇവിടെ ഊഞ്ഞാലിനകത്തിരുന്ന് ആടിക്കൊണ്ടിരിക്കുന്നത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേരല്ല, 1-2 പേര് അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഇരുത്താറില്ലേ എന്നൊക്കെ. അതിനകത്ത് ഇരുത്താറുണ്ട്. ഞാൻ അത് ഉള്ളതുകൊണ്ട് ഇപ്പം എങ്ങനെയൊക്കെയോ ജീവിച്ചു പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് നേരം ഊഞ്ഞാലിൽ, പിന്നെ കുറച്ച് നേരം അവളുടെ ചെയറുണ്ടല്ലോ അതിനകത്തും, അങ്ങനെ ഓരോന്നിനകത്ത് ഇരുത്തിയാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് പോകുന്നത്. അങ്ങനെ ഇതാ നമുക്കിടെ പരിപ്പറിയൊക്കെ ആയി, കടുവറുത്ത് അതിനകത്ത് ഒഴിച്ചു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതാ പപ്പടവും കൂടെ കാച്ചി എടുക്കുന്നുണ്ട്. പിന്നെ തലേന്ന് മോരുകറി വെച്ചത് ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കി. പിന്നെ സാമ്പാറിന് വേണ്ടിയിട്ടുള്ളത് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ അത് അങ്ങനെ എടുത്തങ്ങ് ഫ്രിഡ്ജിൽ വെച്ചു. അത് വെച്ചിരുന്നാൽ പിന്നെ ആ കറികൾ കൂടുതലായ ഇവിടെ ആകെപ്പാടെ നമ്മൾ ഇത്തിരി ചോറാണ് കഴിക്കുന്നത്. അന്നേരം പിന്നെ കറികൾ അത്യാവശ്യം ഇപ്പം തന്നെ ഉണ്ട്. പിന്നെ അതിവിടെ ഇരുന്ന് പോകും. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് എടുത്ത് വെച്ചു. ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ഇതാ നമ്മൾ ഇല എങ്ങനെയെങ്കിലൊക്കെയോ സംഘടിപ്പിച്ച് ഈറ്റലയാണ്. ഇതെങ്കിലും കിട്ടിയത് വലിയ ഭാഗ്യം. എനിക്ക് ഋതുവിന് എങ്കിലും ഒരു ഇല കിട്ടിയാൽ മതിയെന്ന് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അവൾക്ക് കുഞ്ഞൊരെണ്ണമായാലും അവൾക്ക് ആദ്യമായിട്ടുള്ള വിഷയമല്ലേ. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ വെച്ച് ചോറ് കൊടുക്കണമെന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് എന്തായാലും അവൾക്ക് വേണ്ടി ഞാൻ എന്താഗ്രഹിക്കുന്നു അതൊക്കെ നടത്തി കിട്ടാറുണ്ട് കേട്ടോ. അതായത് ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയം തൊട്ട് അങ്ങനെ ആദ്യമൊക്കെ ഋതുവിന് ഞാൻ കുറച്ച് വാരി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവൾ വാരി കഴിച്ചതിൻ്റെയാണ് ആ ഒരു ഇത് കാണുന്നത്. ദേഹത്ത് മൊത്തം ആക്കിയിട്ടുണ്ടായിരുന്നു, ഇലയും വലിച്ചു കീറിയിട്ടുണ്ടായിരുന്നു. ഋതുവിന് ഫുഡ് കൊടുത്തിട്ടാട്ടോ ഞാൻ കഴിക്കാതിരുന്നത്. അപ്പോഴത്തേക്ക് ഇതാ അവൾ പിന്നെ വാരിത്തരലായി. അവൾ കിടക്കുന്ന എല്ലാം വാരിത്തരാണ്. തറയിൽ കിടക്കുന്നതും അവളുടെ വായിരിക്കുന്നതും ഒക്കെ ഞങ്ങൾക്ക് രണ്ടിനും അങ്ങോട്ടും ഇങ്ങോട്ടും വാരി തരുന്നുണ്ട്. അമ്മ വാവപ്പാണ്, വാവ. അയ്യോ, വാവപ്പാട്, വാവോ. അങ്ങനെ ഈ വർഷത്തെ വിഷുവും കടന്നുപോയി. നിങ്ങൾക്ക് എങ്ങനെയൊക്കെയായിരുന്നു കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതാ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇതാ ഞങ്ങൾ കുറച്ച് നേരം കളിയും ചിരിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആള് പാവവും പാടാൻ വേണ്ടിയിട്ട് മടിയിൽ പിടിച്ച് കിടത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുടിയിൽ നിന്ന് വിടത്തില്ല കേട്ടോ, പിടിച്ച് വലിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ.